രണ്ട് ദിനവൃത്താന്തം അധ്യായം 21. യഹോശാഫാത്ത് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരോട് കൂടെ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ യഹോരാം അവന് പകരം രാജാവായി. അവൻ യഹോശാഫാത്തിന്റെ പുത്രന്മാരായ അസരിയാവ്, യഹിയേൽ, സഖരിയാവ്, അസരിയാവ്, മീഖായേൽ, ശഫത്യാവ് എന്നീ സഹോദരന്മാരുണ്ടായിരുന്നു. ഇവരെല്ലാവരും യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ പുത്രന്മാർ. അവർ അപ്പൻ അവർക്ക് വെള്ളിയും പൊന്നും വിശേഷ വസ്തുക്കളുമായ വലിയ ദാനങ്ങളും യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളും കൊടുത്തു. എന്നാൽ യഹോരാം ആദിയാതനായിരിക്കാൻ രാജ്യത്വം അവന് കൊടുത്തു. യഹോരാം തന്റെ അപ്പന്റെ രാജ്യത്വം ഏറ്റു തന്നെ താൻ ബലപ്പെടുത്തിയ ശേഷം തന്റെ സഹോദരന്മാരെയൊക്കെയും ഇസ്രായേൽ പ്രഭുക്കന്മാരെ പലരെയും വാൾകൊണ്ട് കൊന്നു. യഹോരാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 32 വയസ്സായിരുന്നു. അവൻ 8 സംവത്സരം യെരൂശലേമിൽ വാണു. ആഹാബ് ഗ്രഹം ചെയ്ത പോലെ അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴി നടന്ന് ആഹാബിന്റെ മകൾ അവന് ഭാര്യയായിരുന്നുവല്ലോ. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. എന്നാൽ യഹോവ ദാവീദിനോട് ചെയ്തിരുന്ന നിയമനിമിത്തവും അവനും അവന്റെ പുത്രന്മാർക്ക് ഒരു ദ്വീപ് എല്ലായ്പ്പോഴും കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിമിത്തവും ദാവീദ് ഗൃഹത്തെ നശിപ്പിക്കാൻ അവന് മനസ്സിലായിരുന്നു. അവന്റെ കാലത്ത് ഏദോം യഹൂദയുടെ മേലധികാരത്തോട് മത്സരിച്ച് തങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു. യഹോരാം തന്റെ പ്രഭുക്കന്മാരോടും സകല രഥങ്ങളോടും കൂടെ ചെന്ന് രാത്രിയിൽ എഴുന്നേറ്റ് തന്നെ വളഞ്ഞിരുന്ന ഏദോമിരെയും തേരാളികളെ തോൽപ്പിച്ചു കളഞ്ഞു. എന്നാൽ ഏദോം ഇന്നുവരെ യഹൂദയുടെ മേലധികാരത്തോട് മത്സരിച്ച് നിൽക്കുന്നു. അവൻ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് ആ കാലത്ത് തന്നെ ലിബ്നയും അവന്റെ മേലധികാരത്തോട് മത്സരിച്ചു. അവൻ യഹൂദ പർവ്വതങ്ങളിൽ പൂജാഗിരികളെ ഉണ്ടാക്കി യെരൂശലേം നിവാസികളെ പരസംഗം ചെയ്യുമാറാക്കി. യഹൂദയെ തെറ്റിച്ചറിഞ്ഞു. അവൻ ഏലിയ പ്രവാചകന്റെ പക്കൽ നിന്ന് ഒരു എഴുത്ത് വന്നതെന്നാൽ, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ നിന്റെ അപ്പനായ യഹോശാഫാത്തിന്റെ വഴികളിലും യഹൂദ രാജാവായ ആസയുടെ വഴികളിലും നടക്കാതെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴി നടക്കുകയും ആഹാബ് ഗൃഹത്തിന്റെ പരസംഗം പോലെ യഹൂദയെയും യെരൂശലേം നിവാസികളെയും പരസംഗം ചെയ്യുമാറാക്കുകയും നിന്നെക്കാൾ നല്ലവരായ നിന്റെ പിതൃഭവനത്തിലുള്ള നിന്റെ സഹോദരന്മാരെ കൊല്ലുകയും ചെയ്തുകൊണ്ട് യഹോവ നിന്റെ ജനത്തെയും നിന്റെ മക്കളെയും നിന്റെ ഭാര്യമാരെയും നിന്റെ സകല വസ്തുവകളെയും മഹാബാധ കൊണ്ട് ബാധിക്കും. നിനക്കോ ദീനത്താൽ നിന്റെ കുടൽ കാലക്രമേണ പുറത്ത് ചാടും വരെ കുടലെ വ്യാധി പിടിച്ച് കഠിന ദീനമുണ്ടാകും. ഫിലിസ്തരുടെയും കൂശ്യരുടെയും സമീപത്തുള്ള അരബികളുടെയും മനസ്സ് യഹോരാമിന്റെ നേരെ ഉണർത്തി. അവർ യഹൂദയിലേക്ക് വന്ന് അതിനെ ആക്രമിച്ച് രാജധാനിയിൽ കണ്ട സകല വസ്തുവകളെയും അവന്റെ പുത്രന്മാരെയും അവന്റെ ഭാര്യമാരെയും അപഹരിച്ചു കൊണ്ടുപോയി. അതുകൊണ്ട് അവന്റെ ഇളയ മകനായ യഹോവാഹാസ് അല്ലാതെ ഒരു മകനും അവന് ശേഷിയില്ല. ഇതെല്ലാം കഴിഞ്ഞ ശേഷം യഹോവ അവനെ കുടലിൽ പൊറുക്കാത്ത വ്യാധി കൊണ്ട് ബാധിച്ചു. കാലക്രമേണ 2 സംവത്സരം കഴിഞ്ഞിട്ട് ദീനത്താൽ അവന്റെ കുടൽ പുറത്തു ചാടി അവൻ കഠിന വ്യാധിയാൽ മരിച്ചു. അവന്റെ ജനം അവന്റെ പിതാക്കന്മാർക്ക് കഴിച്ച ദഹനം പോലെ അവന് വേണ്ടി ദഹനം കഴിച്ചില്ല. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 32 വയസ്സായിരുന്നു. അവൻ 8 സംവത്സരം യെരൂശലേമിൽ വാണു. ആർക്കും ഇഷ്ടനാകാതെ കഴിഞ്ഞുപോയി. അവനെ ദാവീദിന്റെ നഗരത്തിൽ അടക്കം ചെയ്തു. രാജാക്കന്മാരുടെ കല്ലറകളിൽ അല്ലതാൻ.